ഹലോ ഉമ്മ. എന്താ മോളെ പാട്? സുഖാണ് ഉമ്മ, കൊഴപ്പൊന്നുമില്ല. അവിടുത്തെ ഉമ്മക്ക് എന്താ പാട്? ഇവിടുത്തെ ഉമ്മാക്ക് ഇന്നെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളു. അതെന്തായാലും ഞാൻ നന്നായി. കൊടുന്നിട്ടുള്ള പണ്ടൊക്കെല്ലേ ഒക്കെ സ്വർണ്ണാണ് അവിടുത്തെ ഉമ്മാന്റെ ഒക്കെ വിചാരം. അതെന്തായാലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇജ്ജ് മാറ്റി പറയൊന്നും ഞാൻ വേണ്ട. മാറ്റി പറഞ്ഞൊന്നുമില്ല. ഇവിടുത്തെ താത്താന്റെ ഉമ്മാക്ക് തീരെ ഇഷ്ടല്ല. ഞാൻ കഴിഞ്ഞിട്ടേ ഇപ്പൊ വേറെ ആരും ഉള്ളു ഉമ്മാക്ക്. അങ്ങനെ തന്നെ ആവട്ടെ. ആ എന്തായാലും നല്ലപോലെ നിന്നോ. ഫുഡൊക്കെ താത്താനെ കൊണ്ട് ഉമ്മ ഉണ്ടാക്കിപ്പിക്കും. ഇന്നെ അടുക്കളയിലൊന്നും കേറ്റലില്ല. അനക്ക് കോളടിച്ച്. പിന്നെ എനിക്ക് സുഖമുള്ള പോലെ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സുഖമൊക്കെ? അതൊന്നും ഇല്ല. എന്തായാലും നോക്കിയും കണ്ടും നിന്നോ. എന്നാ ശരിട്ടമ്മ, ഞാനേ ആരേലൊക്കെ കേട്ടുങ്ങാണ്ട് വരും. ഞാൻ വെക്കട്ടെ ഫോണ്. എന്നായിക്കോട്ടെ. ഇപ്പോഴും ആർക്കാ അങ്ങനെ ഫോൺ വിളിക്കണം? ഇപ്പൊ സ്വർണ്ണ ഒന്നും അല്ലല്ലേ കൊണ്ടുവന്നത്, ഗ്യാരണ്ടി പണ്ടാലേ. ഇപ്പൊ ആരോട് പറയണ്ട. ഇപ്പൊ ഒരു പ്രശ്നം ഈ പെരന്റെ ഉള്ളിൽ ഉണ്ടാക്കണ്ട. താത്ത ചായം കടിയൊക്കെ ആയോ? റെഡി ആവണുണ്ട്. ഇജ്ജ് അന്റെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചായ ഒന്ന് കുടിച്ചോ. ഞാൻ കുടിച്ചോളാം. നിങ്ങളെ ബാക്കിയും കൂടി ഉണ്ട് ചെയ്താളിട്ടാ. ഞാൻ വരാ. ആ എന്താടി എന്റെ പണിയോളൊന്നും കഴിഞ്ഞില്ലേ? ആ പെണ്ണിന് കോളേജിക്ക് പോവാനുള്ളതല്ലേ? ഇതൊക്കെ ചെയ്യണമ്മ, കഴിയാനായി. എന്നാ വേണ്ട പാത്രത്തിലാക്കി കൊടുത്താളാ. അല്ല നിബീസ, അനക്കെന്താ ഇവിടെ പണി? ഞാനേ മിറ്റൊക്കെ വന്നിട്ട് അടിച്ചു വരത്തി വെച്ചിട്ട് ഇറങ്ങിയ. ഇജ്ജ് എവിടുക്കാ പോയിന്ന്? ഞാൻ ആ കുഞ്ഞിമൂന്റെ പെരയെ പോയിട്ട് വരികയാണേ. ഓളടുത്തൊന്ന് പോണ്ട ആവശ്യം ഉണ്ടായിന്. അപ്പൊ എന്റെ രണ്ട് മരുമക്കളില്ലേ? ഓല് ചെയ്യൂലേ ഈ പണിയോളൊന്നും? നല്ല കണക്കാ. കുഞ്ഞോന്റെ പെണ്ണുങ്ങളെ പഠിക്കാൻ പോവാണ്. പിന്നെ മറ്റോളല്ലേ, ഓളെ പണിയെടുക്കലിട്ട് കെയ്യൂല്ല. അടുക്കളയിലുണ്ട്. അന്റെ ചെറിയ മരുമകളോട് എന്താണ് നേരത്തെ നീച്ചിട്ട് ആ മിറ്റൊക്കെ ഒന്നണ്ട് അടിച്ചു വരാൻ പറഞ്ഞാല്? ആ പെണ്ണിനെ അതൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ ഒന്നും ചെയ്യിപ്പിക്കലും ഇല്ല. എന്താ ഓളെ പെരേല് ഓള് മിറ്റൊന്നും അടിച്ചു വരലില്ലേ? എടുക്കലൊന്നും ഉണ്ടാവൂലേക്കാരം. ഓളോടെ ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാനും കൂടി ഓളട്ടിട്ട് ഇങ്ങനെ പണിയെടുപ്പിച്ചാൽ ശരിയല്ലല്ലോ വെച്ചിട്ടാണ്. ഇജ്ജ് ഇങ്ങനെ രണ്ടാളും തരം തിരിച്ചിങ്ങനെ കാണണ്ട. എന്റെ മൂത്ത മരുമോളതാ, അതൊരു പാവാണ്. ഇജ്ജിപ്പോ ഓളെ മഹിമ പറയാൻ വേണ്ടീട്ട് എങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ പിന്നെ ഓളെന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും ഓളെ പറ്റിയിട്ട് ഇങ്ങനൊക്കെ പറയാൻ വേണ്ടീട്ട്. എന്നോട് ഓളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ വർത്താനം കേട്ടപ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ വർത്താനം പറഞ്ഞതാ. നീ ആ പെണ്ണിന്റെ നേരക്ക് പോകണ്ട. എന്നാലേ ഞാൻ പോവാണ്. ഇജ്ജ് പോയിക്കോ. പിന്നെ മറ്റോളൊരു മഹിമ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിക്കണ്. ഇക്കറിയാലോ ഞാൻ ചെയ്യണതന്നെ ശരിന്നുള്ളത്. ഒരു വർത്താനം. മനുഷ്യന്മാർ ഒരു പണിയെടുക്കാനും അയക്കൂല. ഓരോരുത്തരും ഇങ്ങനെ കേറി വന്നോളൂ. അമ്മ എന്തിയെ? അല്ല, അനക്ക് ഈ 4 വർഷമൊക്കെ നടന്നിട്ട് ഇന്റെ കുറ്റം പറച്ചിലാ പണി? ഞാൻ ആരോട് എന്ത് പറഞ്ഞു? എന്തൊക്കെയാ പറയണേ? പിന്നെ ആ ഖദീജ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ എന്റെ മഹിമ കൊറേ പറഞ്ഞിട്ട് പോയി. അനക്ക് ഓളോടൊക്കെ നടന്നിട്ട് ഇന്റെ കുറ്റം പറച്ചിലല്ലേ പണി ഏത് നേരും? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലമ്മ. ഓളൊന്നും പറഞ്ഞിട്ടില്ലത്ര. ഇനി ഇജ്ജെങ്ങാനും ആരോടേലും മുണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ശരിക്കുള്ള സ്വഭാവം ജാറി മൗര്യാക്കിന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോളുണ്ടോ? എന്തമ്മ?
എന്താണ് എന്തിനാ താത്താനെ ചീത്ത അറിയണത്? ഒന്നുമില്ലടി, അത് ഞാൻ ഇവളോട് വർത്താനം പറഞ്ഞ ഇജ്ജ് ഇതൊന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇജ്ജ് വേഗം പോവാൻ നോക്കേ. ഞാൻ പോവാൻ നോക്കി തന്നെയാണ്. എന്ത് പറ്റി? എന്താ മുഖത്തൊരു വിഷമം? ഒന്നുമില്ലക്കാ. എന്തോ ഉണ്ടല്ലോ, എന്റെ മുഖം കണ്ടാക്ക് മനസ്സിലാവും. എന്റെ കുട്ടി പറയ്. ഉമ്മ നിന്നെ കൊറേ ചീത്ത അറിഞ്ഞു. എന്തിനാന്നൊന്നും അറിയില്ല. ഞാൻ ആരോടൊക്കെ ഉമ്മാനെ പറ്റി എന്തൊക്കെ പറഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ലക്ക. സാരില്ലടി, ഉമ്മ പറഞ്ഞോട്ടെ. എന്റെ കൂടെ ഞാൻ ഇല്ലേ, ഈ വിഷമിക്കണ്ട. ഉമ്മാക്കേ ഉമ്മ ചെയ്യുന്നതിനുള്ള തെറ്റ് മനസ്സിലാവും. അത് വരെ ക്ഷമിക്ക. നേരെ വൈകുന്നേരം ആയപ്പോത്തിന് അറിഞ്ഞുള്ളൂ. എന്തമ്മ നേരെ വൈകുന്നേരം ആയപ്പോത്തിന് അറിഞ്ഞുള്ളൂ കയറി ഇരുന്നിക്കണേജി? അതിന്റെ പണികളൊക്കെ കഴിഞ്ഞോ? എല്ലാ പണികളും കഴിഞ്ഞിക്കണല്ലോ. നാളെ കുഞ്ഞോന്റെ പെണ്ണുങ്ങൾക്കേ ചോറ് വേണ്ടാന്നാ പറഞ്ഞത് കോളേജിൽ കൊണ്ടുപോകാന്. ഓക്ക് ഉഴുന്ന് ദോശ മതി അത്ര. അപ്പൊ ഞാൻ അരി ഉഴുന്നൊക്കെ ഒന്നുകൊണ്ട് അരച്ച ചൂട്ട പോയിട്ട് നാളെ രാവിലെ ചൂടാനുള്ളതാണ്. ഞാൻ പോയി ഉണ്ടാക്കൂട്. അതിനെന്തിനാ എപ്പോഴും ചെയ്യണത്? ഓൾക്ക് ചെയ്തൂടെ? എന്താ ഓൾക്ക് ചെയ്ത എന്താ വരിക? ഓള് ചെയ്തോളൂ. ഓളല്ലല്ലോ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കല്, ഇവളെന്നെയല്ലേ എല്ലാ പണികളും എടുക്കല്. ഇതിനിപ്പൊ എന്താ ഇന്നൊരു പുതുമാതിരി? ഇപ്പൊ മാപ്പിള നേരത്തെ വന്നല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉണ്ടായ കുറ്റും കുറവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇജ്ജിപ്പോ ഇങ്ങനെ വർത്താനം പറയില്ലല്ലോ. ഞാനത് മറന്ന്. ഉമ്മാക്ക് സ്വർണം മുതലൊക്കെ തന്നത് ഓളല്ലേ, അപ്പൊ ഓളല്ലേ പറ്റുള്ളൂ. ആദ്യം ഒന്നും ഞെളിയണ്ട, അത് അധികം കാലൊന്നും പോവൂല. മുണ്ടാതിരിക്കേ. ഇജൊന്നും മുണ്ടാ പോയിക്ക. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. അത് ഞാനത് സഹിച്ചോണ്ട്. ഇത് ചെയ്യണേ എനിക്ക് ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തു കൊടുത്തോണ്ട്. എന്റെ മരുമോൾക്കല്ലേ. നിങ്ങൾ ചെയ്തു കൊടുത്തോളി, അതാ നല്ലത്. എന്തിനാ ഇക്കമ്മാനോട് അങ്ങനൊക്കെ പറയാൻ പോണത്? എന്റെ കുട്ടി അതാ ഓർത്തേ വിഷമിക്കണ്ട കേട്ടോ. ഈ ഇക്കാനെ കൊണ്ട് തോറ്റ്. നമുക്ക് നല്ല ഉറക്കാ തോന്നുന്നു. ആരാണ് അവിടെ ഒച്ചപ്പാടുണ്ടാക്കണത്? തളത്തേച്ച് കക്കാണല്ലേ. നമുക്ക് ശരി. എന്തോ ഒച്ചപ്പെടുന്നുണ്ട്, പോയോട്ടെ. ഈ അൽമറ പാരത് ഇങ്ങനെ തുറന്നിട്ടിക്കണ്? ഞാൻ നല്ല അടച്ചിട്ട് പോയതാണല്ലോ. ഇതിന് ഞാൻ വെച്ചിന് പൈസ കാണാനില്ലല്ലോ. ആരതിന് എടുത്ത്? ആരെക്കാരം എടുത്തിട്ടുണ്ടാവുക? പന്നി സെമിക്കാരം. ഓർക്കാണ് ഇപ്പൊ പൈസക്ക് ആവശ്യമുള്ളത്. സെമിയേ, ഏടി പൈസ എടുത്തു. സെമീന, എന്തമ്മ എന്റെ പൈസ ഇങ്ങോട്ട് കാട്ട്. പൈസ? ഏത് പൈസ? ഓൾക്ക് അറിയില്ലത്ര. എന്റെ അൽമറയിൽ നിന്ന് എടുത്ത് എന്റെ പൈസ ഇങ്ങോട്ട് തരാനാ ഞാൻ എന്നോട് പറഞ്ഞത്. ഞാൻ എടുത്തിട്ടില്ലമ്മ. ഞാൻ അങ്ങനെ ഒരു പൈസ തന്നെ കണ്ടിട്ടില്ല. കള്ളത്തി കള്ളത്തി നോണ അറിയണ്ടില്ലേ? ഇതല്ലാതെ വേറെ ആരും എന്റെ പൈസ എടുക്കൂലടി. എന്തൊക്കെ അമ്മ ഈ പറയണേ? എന്തമ്മ, എന്താണ് പ്രശ്നം? മോളെ, എന്റെ അൽമറയിൽ ഞാൻ വെച്ചിരുന്ന പൈസ കാണാനില്ല. എനിക്ക് ഇവളല്ലാതെ വേറെ ആരും എടുക്കൂല. ഇവളെ സംശയമുള്ളൂ. ഞാൻ എടുത്തിട്ടില്ലട്ടമ്മ. ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല നിങ്ങളെ പൈസ. ഉമ്മാടെ കുട്ടി എടുക്കൂലെന്ന് ഉമ്മാക്ക് അറിയാം. ഇവളാണ് ആൾക്ക് പൈസ ഉള്ളതല്ലേ, ഇവൾക്ക് ഇല്ലാത്തതല്ലേ ദരിദ്രവാസി. ഇവള് അപ്പൊ ഇവള് കക്കാതിരിക്കൂല. എന്നെയാണ് കട്ടിക്കണ് കള്ളത്തി, പേരും കള്ളി.
ആരാണ് എടുത്തുക്കണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പിന്നെ ഇവിടെ മുണ്ടാതിരിക്കണമെന്ന് നോക്കണ്ട. ആ ഓന്റെ പെണ്ണുങ്ങളെ പറയാതിരിക്കാൻ വേണ്ടിട്ട് മറച്ചു വെച്ചിട്ടുണ്ടാവും. ഉള്ള കാര്യം ഇങ്ങോട്ട് പറയടാ, ആരെന്റെ പൈസ എടുത്തേക്കണെന്നുള്ളത്. അതെ, നിങ്ങൾ ചെറിയ മരുവോൾ തന്നെയാണ് നിങ്ങളത് എടുത്തുക്കണത്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല അമ്മ. ഈ കാക്ക നോണാരാണ് ഓലെ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇതിന്ന്. ആ ആയിക്കോട്ടെ, എൻ്റെ അടുത്ത് തെളിവുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതമ്മ. ഉമ്മാക്ക് വേറൊരു കാര്യം കൂടി അറിയണോ? ഇമ്മാന്റെ ഈ പുന്നാരും മരുവോള് കൊടുത്ത പണ്ടല്ലേ 50 പവനുണ്ട് പറഞ്ഞത്, ഫുള്ള് ഗ്യാരണ്ടി പണ്ടമ്മ. ഓള് നിങ്ങളെ പറ്റിച്ചാ നിങ്ങൾക്ക് അറിയോ? ഇവിടെ ഉമ്മാനോട് ഫോൺ വിളിച്ച് സംസാരിക്കണ ഞാൻ എന്റെ ചെവിയാലെ കേട്ടതാണ്. ഓളല്ലാന്ന് ഓള് പറയട്ടെ. ഞാൻ അത് ഇത്രയും ദിവസം ഞാൻ മുണ്ടാതെ നടന്ന എന്തുകൊണ്ടാന്ന് അറിയോ? വെറുതെ ഒരു പ്രശ്നം നമ്മളെ വീട്ടില് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പൈസ ഓളെന്നെ എടുത്തിട്ടുണ്ടാവും, എനിക്ക് 100% ഉറപ്പേന്. എന്നിട്ട് ഈ എന്നെ പറ്റിക്കഴിഞ്ഞില്ല. അന്റെ എല്ലേനും ഞാൻ കൂടെ നിന്നിട്ട് ഇജിന്നെ ചതിക്കഴിഞ്ഞില്ലേ. ഇനി ഞങ്ങൾ എന്തായാലും ഇനി ഇവിടെ നിക്കണില്ല ഞങ്ങള്. സായിറ മുളയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഉമ്മാടെ കുട്ടികൾ ഇവിടുന്ന് പോവരുത്. ഉമ്മാക്ക് വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ ഈ ചെയ്തതിന് ഉമ്മാന്റെ കുട്ടികൾ രണ്ടാളും ഉമ്മാട് ക്ഷമിക്ക്. ഇനി ഒരിക്കലും ഞാൻ ഉമ്മാടെ കുട്ടീനെ വേദനിപ്പിക്കൂല. സായിറജ് ഒന്ന് ഞാൻ പറയണ കേക്ക. ഇവള് കാരണമാണ് എന്റെ കുടുംബം ഇങ്ങനെ ആയത്. ഞാൻ ഈ പൈസക്ക് വേണ്ടിട്ട് ഞാൻ എന്തൊക്കെ എന്റെ കുട്ടികളെ പറഞ്ഞത്. കള്ളത്തി വരാക്കി. ഉമ്മയുടെ കുട്ടി ഉമ്മാട് ക്ഷമിക്കും മോളെ. ഉമ്മാനെ വിട്ട് ഞങ്ങൾ എടുക്കും പോണില്ല ഉമ്മ. എന്നെങ്കിലും ഉമ്മ ഞങ്ങളെ മനസ്സിലാക്കുന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവും ഉമ്മാന്റെ കൂടെ. കുഞ്ഞങ്ങോട്ട് വിളിക്കട്ടെടി. അന്റെ ഈ കാട്ടലിനുള്ളതേ ഞാനക്ക് വാങ്ങി തരുന്നുണ്ട്, നോക്കിക്കോളുണ്ട് ജി. എല്ലാ കള്ളിയും പൊളിഞ്ഞല്ലോ. ആണ്ടില്ല പൈസ എടുക്കല്.